തിരിച്ചോണ്ട് നിൽക്കാതെ ആവശ്യമുള്ളത് നോക്കി എടുക്ക് ശ്രീയെ. പാർവതി തന്നെ ശ്രീനന്ദയ്ക്ക് ഇണങ്ങിയ രണ്ടു മൂന്ന് ടോപ്പുകൾ അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ശ്രീനന്ദ ഒരു ചിരിയോടെ തന്നെ നിന്നു. ശേഷം അവൾക്കും ഇഷ്ടപ്പെട്ടത് രണ്ടു മൂന്നെണ്ണം എടുത്തു. നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. പാറു, എനിക്ക് വിശപ്പില്ല. നീ രാവിലെ എന്താ കഴിച്ചേ? ഞാൻ രാവിലെ ദോശ കഴിച്ചു. രണ്ട് ദോശയൊക്കെ ദഹിക്കാനുള്ള സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു പെണ്ണേ. ദേ, നിന്ന് കിണങ്ങാതെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നേ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ ഒരു കാര്യത്തിനു വേണ്ടി നിരാഹാരം ഇരിക്കാൻ നിനക്ക് വല്ല ഉദ്ദേശവും ഉണ്ടോ? മര്യാദയ്ക്ക് ആഹാരം കഴിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ കൊച്ചൊക്കെ ഇങ്ങ് വരും. അന്നേരം അതിനെ നോക്കാനുള്ള ആവത് വേണ്ടേ? പാർവതി ചോദിച്ചതും ശ്രീനന്ദയുടെ മുഖത്ത് പെട്ടെന്നൊരു സന്തോഷം മിന്നി മഞ്ഞു. പാർവതിയോട് തർക്കിച്ചു നിൽക്കാനാവില്ല. അത് ശ്രീനന്ദയ്ക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാൻ നിൽക്കാതെ ശ്രീനന്ദ പാർവതിക്കൊപ്പം മുകളിലേക്ക് ചെന്നു. രണ്ടു പേർക്കും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ആസ്വദിച്ചു തന്നെ ആഹാരം കഴിച്ചു. ശേഷം നേരെ മൂവിക്ക്. നല്ലൊരു റൊമാൻറ്റിക് മൂവിയായിരുന്നു അത്. അഥർവ അടുത്തില്ലാത്തപ്പോൾ ശ്രീനന്ദയ്ക്ക് ചെറിയ പരിഭവമൊക്കെ തോന്നി. ഒപ്പം നെറ്റി ചൊളിച്ച് പാർവതിയെയും ഒന്നു നോക്കി. എന്തേ, പിടിച്ചില്ലേ? പാർവതിയുടെ ഭാഗത്തു നിന്നും ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയും വന്നു. നിനക്ക് പകരം ഇവിടെ ഉണ്ടാവേണ്ടത് എൻ്റെ ഏട്ടനായിരുന്നു. അയ്യട, എന്നെ നോക്കിയിരിക്കാതെ മര്യാദയ്ക്ക് സിനിമ കാണുവണ്ണേ. തന്നെ നോക്കിയിരിക്കുന്ന ശ്രീനന്ദയുടെ കവിളില് ഒരു കുത്തുകൊടുത്തുകൊണ്ട് പാർവതി സ്ക്രീനിലേക്ക് മുഖം തിരിച്ചു. പിന്നെ സിനിമയൊക്കെ കഴിഞ്ഞ് പാർവതി ശ്രീനന്ദയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. നീ കയറുന്നില്ലേ? ഇല്ലടി, എനിക്ക് പോയിട്ട് വേറെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെ, ഹാപ്പിയല്ലേ? അവൾ ഇറങ്ങും മുമ്പ് പാർവതി ചോദിച്ചു. ഡബിൾ ഹാപ്പി. നീ എന്തായാലും ഈ ഡ്യൂട്ടി നിന്നെ ഏൽപ്പിച്ച ആളോട് വിളിച്ചു പറഞ്ഞേക്ക് കേട്ടോ. അവളുടെ കവിളിലൊന്ന് തട്ടിപ്പറഞ്ഞ് ചിരിയോടെ ശ്രീനന്ദ അകത്തേക്ക് കയറുന്നത് പാർവതിയും ഒരിളം പൂഞ്ചിരിയോടെ തന്നെ നോക്കിക്കണ്ടു. പാർവതി അഥർവിനെ കോൾ ചെയ്തു. ഹലോ പാർവതി, പറയേ. ബിസിയാണോ ഏട്ടാ? കുറച്ച് ബിസിയാണ്, എന്നാലും പറഞ്ഞു. ദേ, ഭാര്യയെ ഞാൻ കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ആളോക്കെ അല്ലേ? അഥർവ് പാർവതിയോടെ ചോദിച്ചു. ഡബിൾ ഹാപ്പിയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. താങ്ക്സ് പാർവതി. താങ്ക്സ് ഒന്നും വേണ്ട. പകരം ശ്രീനന്ദയെ എൻ്റെ ഏട്ടൻ്റെ വിവാഹത്തിന് തലേദിവസം തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി തന്നാൽ മാത്രം മതി. അയ്യോ, അത് സ്വല്പം കടുത്തുപോയല്ലോ. ഒട്ടും കടുത്തുപോയിട്ടില്ല. രണ്ടാഴ്ചയുള്ളിനി വിവാഹത്തിന്. സമയമാകുമ്പോൾ കാലുമാറിയാലേ പിന്നെ ഇതുപോലെ ഹെൽപ്പ് ചോദിച്ചു പാർവതിന്ന് വിളിച്ചോണ്ടു വന്നാൽ ഞാൻ ശരിയാക്കി തരും. പാർവതിക്ക് അഥർവൊരു സഹോദരനെ പോലെയാണ്. അവർക്കിടയിൽ നല്ലൊരു ബോണ്ടുണ്ട്, ഒരു ഏട്ടൻ അനിയത്തി ബന്ധം. ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് അവൾ അഥർവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ശരി ശരി, എനിക്ക് ഒരു വാക്കേ ഉള്ളൂ എന്ന് തനിക്കറിയാലോ. ദാറ്റ്സ് മൈ ബോയ്. ഓക്കെ ഏട്ടാ, എങ്കിൽ ശരി പറഞ്ഞുകൊണ്ട് പാർവതി കോൾ കട്ട് ചെയ്തുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. രണ്ട് കൈ നിറച്ച കവറുകളുമായി അകത്തേക്ക് വരുന്ന ശ്രീനന്ദയെ എന്തിനെയൊന്ന് അടിമുടി നോക്കി. ആഹാ, ആൾ ഉഷാറായല്ലോ. ഇവിടുന്ന് പോയ പോലെയല്ലല്ലോ. അവരവൾക്കടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു. പാർവതി കയറിയില്ല മോളെ അകത്തേക്ക്? ഇല്ലമ്മേ, ഞാൻ അവളെ നിർബന്ധിച്ചതാ. അകത്തേക്ക് കയറാനൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് പോയിട്ടെന്തോ അത്യാവശ്യം. അവളുടെ ഏട്ടന്റെ വിവാഹമല്ലേ, രണ്ടാഴ്ച കൂടി കഴിഞ്ഞാല്. അപ്പൊ അവൾ എന്തോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്, അത് വാങ്ങാനൊക്കെ പോയതാ. ആര്യൻകുട്ടൻ എവിടെയമ്മേ? അവൻ വന്നിട്ട് കുളിക്കാൻ കയറിയേക്കുവാ. വന്നപാടെ ചോദിച്ചു ആന്റി എവിടെ അച്ഛമ്മേന്ന്. ഞാൻ പറഞ്ഞു ആന്റി ഒരു കൂട്ടുകാരുടെ കൂടെ പുറത്തു പോയേക്കുവന്ന്. അപ്പോഴേ ആളിത്തിരി പിണക്കത്തില. എന്താണോ എന്തോ, അവനിപ്പോ ഇങ്ങനെയാ. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ മോളെ കാണണം. ഇന്ദിര പറഞ്ഞപ്പോ ശ്രീനന്ദയ്ക്ക് സന്തോഷമാണ് തോന്നിയത്. അമ്മേ, ഞാൻ കുളിപ്പിക്കട്ടെ അവനെ ഇന്ന്? അതിനെന്താ, മോള് ചെന്നോ. ദാ, അവൻ ബാത്റൂമിലുണ്ട്. ഈ ഡ്രസ്സൊക്കെ പോയി മാറിയിട്ട് വാ. ആ ചെക്കൻ്റെ സ്വഭാവം അറിയാലോ. അവനെ കുളിപ്പിക്കാൻ നിന്നാല് കുളിപ്പിക്കാൻ ചെന്നവർ കൂടി കുളിച്ചു കയറേണ്ട അവസ്ഥയാ. ദേഹത്തെല്ലാം വെള്ളം തെറിപ്പിക്കും അവൻ. ശരിയമ്മേ, ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ വേഗം മുകളിലേക്ക് ഓടിക്കയറി. ഒരയഞ്ഞ ഫ്രോക്ക് എടുത്തിട്ടുകൊണ്ട് താഴേക്ക് വന്നു. ഇന്ദിരയെ പ്രതീക്ഷിച്ച് ബാത്തബിൾ കിടന്ന ആര്യന് ശ്രീനന്ദ മുന്നിലേക്ക് ചെന്നതും വലിയ സന്തോഷമായി. അവൻ വെള്ളത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ആഹാ, ആന്റി വന്നല്ലോ.
ആര്യൻകുട്ട പതിയെ വീഴും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദൻ ധൃതിയിൽ അവന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ സോപ്പൊക്കെ തേച്ച് അവനെ കാര്യമായിട്ട് തന്നെ കുളിപ്പിച്ചെടുത്തു. ഇന്ദിര പറഞ്ഞതുപോലെ യാതൊരു കുറുമ്പും ശ്രീനന്ദയോട് അവൻ കാട്ടിയില്ല. അവനറിയാം ആന്റിയെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. ആന്റിക്ക് കുഞ്ഞുവാവ് വരാനുള്ളതുകൊണ്ട് ആന്റിയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കരുതെന്നൊക്കെ അഥർവ് അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടി ആര്യൻകുട്ടൻ ആന്റിയോട് കുറുമ്പ് കാട്ടിയാൽ വാവ വരില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് ചെറുക്കൻ വലിയൊരാളെ പോലെ അവളോട് പെരുമാറുന്നത്. ഇപ്പൊ പഴയതുപോലെ ശ്രീനന്ദ എടുക്കാൻ കൈനീട്ടിയാലൊന്നും അവൻ പോകാറില്ല. പകരം അവളെ ചുറ്റിപ്പിടിച്ച് കുറേ നേരം നിൽക്കത്തേയുള്ളൂ. കുളി കഴിഞ്ഞ് തലതൂർത്തി അവനെയും കൊണ്ട് ശ്രീനന്ദ മുറിയിലേക്ക് വരുമ്പോൾ ഇന്ദിര ഒരല്പ അതിശയത്തോടെ അവരിരുവരെയും നോക്കി. ആഹാ, അമ്മൂമ്മയുടെ ദേഹത്ത് വെള്ളം തട്ടി തെറിപ്പിക്കും പോലെ ആന്റിയുടെ ദേഹത്തൊന്നും തട്ടി ഒഴിച്ചില്ല ആര്യൻകുട്ടാ. ഓ, അതാണോ ഇപ്പൊ തന്റെ പ്രശ്നം? മാധവൻ അതും കേട്ടുകൊണ്ടാ അകത്തേക്ക് വന്ന് ഇന്ദിരയോടായി ചോദിച്ചു. അതല്ല മാധവേട്ട, ഞാനാണ് കുളിപ്പിക്കാൻ പോയെങ്കിൽ ഈ ചെക്കൻ എന്നെ കൂടി കുളിപ്പിച്ചെടുക്കും. എന്നിട്ടിപ്പോ കണ്ടില്ലേ അവന്റെ ആന്റി ചെന്നപ്പോ അവന്റെ സ്നേഹം കണ്ടോ? അവനറിയാം ആന്റിയുടെ ദേഹത്ത് വെള്ളമൊന്നും തട്ടിയൊഴിക്കാൻ പാടില്ലെന്ന്. അല്ലേ ആര്യൻകുട്ടാ? അമ്മൂമ്മയുടെ ഗുഡ് ബോയ് അല്ലേ? പറഞ്ഞുകൊണ്ട് ഇന്ദിര അവന്റെ തലയൊന്നുകൂടി തോർത്തി കൊടുത്തു. വാ, ഡ്രസ്സൊക്കെ ഇട്ട് തരാച്ചമ്മ. ആര്യൻകുട്ടന് ആഹാരം കഴിച്ചോ അമ്മേ? ശ്രീനന്ദ് ചോദിച്ചു. ഇല്ല മോളെ, നീ ഇല്ലെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ വേണ്ട, ആന്റി വന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞിരിക്കുക. ആന്റി പറഞ്ഞിട്ടില്ലേ ആന്റി വീട്ടിലില്ലെങ്കിലും ആഹാരമൊക്കെ മര്യാദയ്ക്ക് കഴിക്കണമെന്ന്? ഇനി ആര്യൻകുട്ടൻ ഇതുപോലെ ആഹാരം സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ആന്റിക്ക് വിഷമം വരും കേട്ടോ. വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ, ആന്റി ആഹാരം എടുത്തു തരാം. പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും സഹായത്തിന് നിന്ന രമണി ചേച്ചി ആര്യൻകുട്ടന് വേണ്ടിയുള്ള സാൻഡ്വിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവളതുമായി നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. ഇരുവരും ഒന്നും രണ്ടും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ആര്യൻകുട്ടനെ ആഹാരം മുഴുവൻ കഴിപ്പിച്ചു അവൾ. ശേഷം പതിവ് പോലെ ശ്രീനന്ദ കുളിച്ചു വന്ന് പുറത്ത് വിളക്കൊക്കെ വെച്ച് ഉമ്മർത്തിരിക്കുന്ന സമയത്താണ് അഥർവ് വന്നത്. ഇന്നവനൊരു കോൺഫറൻസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ വരാൻ അല്പം വൈകുമെന്ന് മുന്നേ കൂട്ടി അവൻ വിളിച്ചു പറഞ്ഞിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ശ്രീനന്ദ പടിക്കെട്ടിൽ ആ ഇരിപ്പിരുന്നു. അഥർവ് കൂടി വന്നിട്ട് അകത്തേക്ക് കയറാമെന്ന് അവൾ തീരുമാനിച്ചു. വെറുതെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓരോന്നോർത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അഥർവിന്റെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നത്. ശ്രീനന്ദയുടെ മുഖത്ത് സന്തോഷം. ഉമ്മറത്തേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടതും ലിവിംഗ് റൂമിലിരുന്ന ആര്യൻകുട്ടനും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോർ തുറന്ന് അഥർവ് ഇറങ്ങിയതും ആര്യൻ ഓടിച്ചെന്നിട്ട് അഥർവിനെ ചുറ്റിപ്പിടിച്ചു. ഒരു കൈയിലേക്ക് ഓഫീസ് ബാഗ് മാറ്റിപ്പിടിച്ചുകൊണ്ട് മറു കൈയിൽ ആര്യൻകുട്ടനെയും എടുത്ത് അഥർവ് പടിക്കെട്ടിലേക്ക് നിന്നു. ശ്രീനന്ദയെ ഒന്ന് മൊത്തത്തിൽ നോക്കി. രാവിലെ താൻ പോയപ്പോൾ ഉള്ളതുപോലത്തെ നീരസമോ സങ്കടമോ ഒന്നും മുഖത്തില്ല. പകരം തെളിഞ്ഞ ചിരിയാണ്. അത് കാണിക്കാൻ അവനും സന്തോഷം തോന്നി. അവർ മൂന്നുപേരും ഒന്നിച്ചകത്തേക്ക് കയറി. അഥർവ് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീനന്ദ അവനു വേണ്ടി ഒരു കോഫി തയ്യാറാക്കി. അതുമായി മുകളിലേക്ക് ചെല്ലുന്ന നേരത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ സജീവിന്റെ പേര് തെളിഞ്ഞു വന്നു. അമ്മാവനെന്താ ഇപ്പൊ ഈ നേരത്ത്? ഫോണിൽ സമയം ഇപ്പൊ ഏകദേശം 8 മണിയോടടുത്തു. മോളെ തിരക്കായിരുന്നു? ഏയ് ഇല്ല അമ്മാവ. അഥർവ് മോൻ ജോലി കഴിഞ്ഞു വന്നു. ഏട്ടൻ കുറച്ചു മുന്നേ വന്നതേ ഉള്ളൂ. ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. എന്തു പറ്റി അമ്മാവ? ഏയ് ഒന്നുമില്ല. നമ്മുടെ സാക്ഷിക്കൊരു കല്യാണാലോചന വന്നു. പയ്യന്റെ വീടെവിടാ? നമുക്ക് അടുത്തെവിടെയെങ്കിലും ആണോ? ശ്രീനന്ദ ആകാംക്ഷയോടെ ചോദിച്ചു. സിറ്റിയിലാ മോളെ. പറഞ്ഞു വന്നപ്പോൾ അഥർവിന്റെ ഓഫീസിലെ സ്റ്റാഫാണെന്നറിഞ്ഞു. ആഹാ, പേരെന്താ പറഞ്ഞേ? ആദർശ് എന്നാ പേര് പറഞ്ഞത്. മോൾക്കറിയാമോ? ശ്രീനന്ദ കുറച്ചുനാൾ ഓഫീസിലൊക്കെ പോയിരുന്നതുകൊണ്ടാണ് സജീവ് അങ്ങനെ ചോദിച്ചത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അമ്മാവ. ഒരുപാട് ആദർശമാർ ജോലി ചെയ്യുന്ന കമ്പനിയല്ലേ. ഞാൻ ഏട്ടൻ വരുമ്പോൾ ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. അവൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടവൽ ഉപയോഗിച്ച് തലയുടെ പിൻഭാഗം തോർത്തിക്കൊണ്ട് അഥർവ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അമ്മാവ, ദാ ഏട്ടൻ വന്നു. ഞാൻ ഏട്ടന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം. ശ്രീനന്ദ ഫോണ് അഥർവിന്റെ കയ്യിൽ കൊടുത്തു. പറയാമാവ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മോനെ. സാക്ഷിക്കൊരു വിവാഹാലോചന വന്നു. പയ്യൻ മോൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അമ്മാവൻ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ അഥർവിന് അറിയാവുന്ന ആളാണത്. നല്ല ആളാ അമ്മാവ. വർക്കിലൊക്കെ നല്ല എഫിഷ്യൻ്റ് ആണ്. അവനും പോസിറ്റീവ് തന്നെയായിട്ടാണ് മറുപടി പറഞ്ഞത്. മറ്റന്നാൾ ആ പയ്യൻ്റെ വീട്ടുകാർ
സാക്ഷിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടേക്കൊന്ന് ഇറങ്ങാമോ? പറ്റുമെങ്കിൽ അമ്മയും അച്ഛനെയും കൂടെ കൂട്ട്. ഒരുപാട് നാളായില്ലേ എല്ലാവരും ഒന്നിച്ച് ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. മറ്റന്നാള് ഉം, നോക്കാം മാവ. എനിക്ക് മറ്റന്നാളൊരു മീറ്റിംഗ് ഉണ്ട്. നോക്കട്ടെ, അത് നാളെ നടത്താൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറ്റന്നാൾ വരാം. അല്ലെങ്കിൽ നന്ദയും അമ്മയും അച്ഛനും കൂടി വരും. ശരി മോനെ, മോൻ്റെ സൗകര്യം പോലെ. ശേഷം അതിർവ് ഫോൺ നന്ദയുടെ കയ്യിലേക്ക് കൊടുത്തു. മോളെ, മറ്റന്നാൾ നിങ്ങൾ എല്ലാവരും കൂടി വരണം കേട്ടോ. ശരി അമ്മാവ, ഞങ്ങൾ എന്തായാലും വരും. സിന്ധു ഇന്ദ്രചേച്ചിയൊക്കെ വിളിച്ച് കാര്യം പറയും. ഞാൻ മാധവേട്ടനെ ഒന്ന് വിളിക്കുന്നുണ്ട്. അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം എല്ലാവരെയും പോലെ ഇന്ദിരയും സിന്ധുവിനോട് ക്ഷമിച്ചിരുന്നു. അവരും ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ വിളിക്കും. നന്ദ സജീവനോട് സംസാരിക്കുന്ന സമയം കൊണ്ട് തന്നെ അതിർവ് വേഷം മാറി ടേബിളിൻ്റെ മുകളിലിരുന്ന കോഫിയും എടുത്തു ബാൽക്കണിയിലേക്ക് നടന്നിരുന്നു. ഫോൺ വെച്ചതിന് പിന്നാലെ ശ്രീനന്ദയും അവിടേക്ക് ചെന്നു. താൻ കോഫി കുടിച്ചിരുന്നോ? ഞാൻ വൈകിട്ട് കുടിച്ചു. എന്നാലും വെറുതെ ഒന്ന് സിപ്പ് ചെയ്യാം പറഞ്ഞുകൊണ്ട് അതിർവ് അവൻ്റെ കപ്പ് ശ്രീനന്ദയുടെ ചുണ്ടോരം ചേർത്ത് പിടിച്ചു. ഇളം ചൂടുള്ള കോഫി അല്പം ഒന്ന് വലിച്ചു കുടിച്ചവൾ. അവൻ പിന്നെയും കോഫി അവൻ്റെ ചുണ്ടോട് ചേർത്ത് ഗാർഡനിലേക്ക് നോക്കി നിന്നു. എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? ഷോപ്പിംഗ് നന്നായിരുന്നു. എന്നിട്ട് എനിക്കെന്താ വാങ്ങി? അവൾക്കറിയാം അവൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ കബോർഡിലിരുന്ന ഷർട്ട് എടുത്തുകൊണ്ടുവന്ന് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ദാ, ഇതാ വാങ്ങിയത്. ഇഷ്ടായോ? താൻ എന്ത് വാങ്ങിത്തന്നാലും എനിക്കിഷ്ടാകൂല്ലോ. അയ്യടാ, ഇന്ന് പഞ്ചാര വർത്താനം പറയാതെ കോഫി കുടിച്ചിട്ട് ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കിക്കേ, പാകം ആവോന്ന്. ബില്ലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പാകം ആയില്ലെങ്കിൽ പോയി മാറ്റി വാങ്ങാം. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടക്കാൻ തുടങ്ങിയവളെ അവൻ കൈക്ക് പിടിച്ച് അവൻ്റെ ഉടലിനോട് ചേർത്ത് നിർത്തി. ഹ, ഇതെങ്ങോട്ടായി പാഞ്ഞു പോകുന്നത്? എനിക്ക് ആര്യൻകുട്ടനെ പഠിപ്പിക്കാനുണ്ട്, അവൾ പറഞ്ഞു. പിന്നെ താനിച്ചിരി ലേറ്റായി ചെന്നാല് അവനെ അമ്മ പഠിപ്പിച്ചോളും. തൽക്കാലം താൻ ഇവിടെ നിൽക്ക്. എന്താ ഏട്ടാ? നന്ദ ഹാപ്പിയല്ലേ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അതിർവിൻ്റെ ചോദ്യം. എന്താ, അങ്ങനെ അല്ലെന്ന് തോന്നുന്നുണ്ടോ ഏട്ടന്? അങ്ങനെ തോന്നുന്നൊന്നുമില്ല. പിന്നെ? പിന്നൊന്നുമില്ല. താൻ പൊയ്ക്കോ. അതിർവ് അവളുടെ കൈവിട്ടതും ശ്രീനന്ദ പോകാൻ മടിച്ച് അവനെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ പുറത്ത് മുഖം അമർത്തി കുറച്ചുനേരം അങ്ങനെ നിന്നു. ദിവസങ്ങൾ മെല്ലെ കടന്നുപോയി. ഇതിനിടെ സാക്ഷിയുടെ പെണ്ണുകാണലൊക്കെ കഴിഞ്ഞു. ആദർശ നല്ലൊരാളാണ്. രണ്ടു കുടുംബങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായ സ്ഥിതിക്ക് അധികം താമസിക്കാതെ തന്നെ സാക്ഷിയുടെ വിവാഹം നടത്താനാണ് തീരുമാനം. വരാൻ പോകുന്ന 3 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ അവരുടെ വിവാഹം ഉറപ്പിച്ചു. ഇതിനിടെ പാർവതിയുടെ ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞു. ശ്രീനന്ദയെ തലേദിവസമേ അവിടെ കൊണ്ടാക്കി കൊടുക്കുന്നത് അതിർവിനൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എങ്കിൽ പോലും പാർവതിക്ക് കൊടുത്ത വാക്കോർത്ത് ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ അതിർവ് അതിന് സമ്മതിച്ചു. പക്ഷെ അപ്പോഴും സമ്മതിക്കാത്ത ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. മറ്റാരുമല്ല, ആര്യൻകുട്ടൻ. ശ്രീനന്ദ ഒരു ദിവസം വീട് വിട്ട് നിന്നതിന് ചെറുക്കൻ ചില്ലറ ഭൂകമ്പമൊന്നുമല്ല ഉണ്ടാക്കിയത്. പിന്നെ അതിർവ് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ആര്യൻകുട്ടനെ വിട്ടുപോകാൻ ശ്രീനന്ദയ്ക്കും വിഷമമുണ്ട്. പക്ഷെ അത് പറഞ്ഞ് പാർവതിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് അവളും വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി. എന്തൊക്കെ പറഞ്ഞാലും ആഘോഷങ്ങളൊക്കെ മെല്ലെ കഴിഞ്ഞു. ശ്രീനന്ദയും അതിർവും ഇപ്പോൾ സ്വസ്ഥമാണ്. ഇതിനിടയ്ക്ക് അവർ രണ്ടുപേരും മാത്രമായി ഒരു ട്രിപ്പൊക്കെ പോയി. 3 ദിവസത്തെ വയനാട് ട്രിപ്പ്. തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അവരിരുവരും മാത്രമുള്ള 3-4 ദിവസങ്ങൾ. ശ്രീനന്ദയ്ക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു ആ ട്രിപ്പ്. ഇതിനു മുൻപ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലം. വയനാടും വയനാട്ടിലെ തണുപ്പും കാപ്പിപ്പൂക്കൾക്ക് നടുവിലുള്ള ആ കോട്ടേജും അവളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ തന്നെ കിടപ്പുണ്ട്. ഒപ്പം അതിർവും ഒത്തുള്ള സുന്ദര നിമിഷങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവളുടെ മുഖത്ത് ചുവപ്പ് ഇരച്ചു കയറി. ഏറെ നേരമായി കട്ടിൽ ക്രാസിൽ ചാരിയിരുന്നു കൊണ്ട് എന്തോ കാര്യമായി ആലോചിക്കുന്ന ശ്രീനന്ദയെ നോക്കി ലാപ്ടോപ്പും മടിയിൽ വെച്ച് അവൾക്ക് ഓപ്പോസിറ്റായി ഇട്ടിരിക്കുന്ന ടേബിളിൽ ഇരിക്കുകയാണ് അതിർവ്. കുറേയേറെ സമയമായി അവനവളെ ശ്രദ്ധിക്കുന്നുണ്ട്. എടോ, 2-3 പ്രാവശ്യം അതിർവ് വിളിച്ച ശേഷമാണ് ശ്രീനന്ദ ഒരു ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കിയത്. എന്തായിട്ടാ, എന്തു പറ്റി? അല്ല, കുറെ നേരമായി താൻ എന്തോ ആലോചിച്ചിരിക്കുന്നു, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. ഏയ്, നമ്മൾ വയനാട് പോയ ദിവസങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. എന്ത് രസമായിരുന്നല്ലേ ഏട്ടാ. ഇനി പോകുമ്പോൾ ആര്യൻകുട്ടനെ കൂടി കൊണ്ടുപോകണം. ഇനി പോകുമ്പോൾ ആര്യൻകുട്ടനെയും കുഞ്ഞുമാവയും എല്ലാരെയും കൂട്ടിക്കൊണ്ടു പോകാം.
അഥർവ് അവളുടെ കവിളിലേക്ക് കൈ വെച്ചുകൊണ്ട് അടുത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് അവന്റെ വായിൽ നിന്ന് വീണുകേട്ട കുഞ്ഞുവാവ എന്ന വാക്കിൽ സ്റ്റക്കായി നിന്നുപോയി ശ്രീനന്ദ. അപ്പോഴാണ് അവളും ചിന്തിച്ചത് ആ ദിവസത്തെപ്പറ്റി. അവൾ വെപ്രാളത്തോടെ ഫോണെടുത്ത് അതിലെ കലണ്ടർ നോക്കി. 10 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പീരീഡ്സ് ഡിലേ ആയിട്ട്. ശ്രീനന്ദയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം. എന്താടോ, എന്തു പറ്റി? അഥർവിനൊന്നും മനസ്സിലായില്ല. ഇപ്പൊ അവരതൊന്നും ശ്രദ്ധിക്കാറില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഓരോ ദിവസവും ആറ്റുനോക്കി ഇരിക്കുമ്പോഴായിരിക്കും ആ ചുവന്ന പൊട്ടുകൾ അവളെ തേടിയെത്തുന്നത്. അപ്പോ അതവൾക്ക് കൂടുതൽ വിഷമമാകും. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞു, ഇനി അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട, എല്ലാ ദിവസവും സ്വാഭാവികമായ ഒരു നോർമൽ ഡേ പോലെ കടന്നു പോകട്ടെ എന്ന്. ആദ്യം ശ്രീനന്ദയ്ക്കത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നെങ്കിൽ പോലും പിന്നീട് ആ സമയമാകുമ്പോൾ അഥർവ് പലതും പറഞ്ഞ് അവളുടെ ശ്രദ്ധ തിരിച്ചു വിടാറാണ് പതിവ്. ഇപ്പൊ അവനും മറന്നുപോയിട്ടുണ്ട്. അപ്പോഴേക്കും ആര്യൻകുട്ടൻ മുറിയിലേക്ക് വന്നു. അമ്മുമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നു. അവൻ പറഞ്ഞുകൊണ്ട് അഥർവിന്റെ മടിയിലേക്ക് കയറിയിരുന്നു. ആര്യൻകുട്ടൻ നാളത്തേക്കുള്ളതൊക്കെ പഠിച്ചോ? അഥർവ് ചോദിച്ചു. പഠിച്ചു വെച്ചാ? എങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? അഥർവ് ആര്യൻകുട്ടനെ കയ്യിലെടുത്തുകൊണ്ട് നന്ദയെ നോക്കി. പോകാം ഏട്ടാ പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്നിടത്തുനിന്ന് എണീറ്റു. അവളുടെ മനസ്സ് എന്തിനോ വേണ്ടി തുടികൊട്ടുന്നുണ്ട്. അമ്മയെ എന്നൊരു കുഞ്ഞു സ്വരം അങ്ങ് ദൂരെ നിന്ന് കേൾക്കും പോലെ ഒരു തോന്നൽ. ശ്രീനന്ദ ശ്വാസമൊന്ന് എടുത്തു വിട്ടു. എന്തുപറ്റി നന്ദ? അവളുടെ പെട്ടെന്നുള്ള ഭാവമാറ്റം കാണിക്കി അഥർവ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, വാ നമുക്ക് താഴേക്ക് പോകാം, എനിക്ക് വിശക്കുന്നുണ്ട്. അവൾ ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് പയ്യെ സാവധാനം പടികൾ ഓരോന്നും താഴേക്കിറങ്ങി. എല്ലാവർക്കും ഒപ്പമിരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. തൽക്കാലം ഇക്കാര്യം അഥർവിനോട് പറയേണ്ടെന്ന് തന്നെ ശ്രീനന്ദ തീരുമാനിച്ചു. ആദ്യം ഒന്ന് ഉറപ്പിക്കട്ടെ, ഇനിയൊരു പക്ഷേ താൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു റിസൾട്ട് അല്ല തന്നെ കാത്തിരിക്കുന്നതെങ്കിൽ അഥർവിനും കൂടി വിഷമാകത്തേ ഉള്ളൂ. ഇതിപ്പോ താൻ ഒരാൾ മാത്രം സങ്കടപ്പെട്ടാൽ മതിയല്ലോ. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അവൾ പലതും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. പഴയ പാവം പിടിച്ച നന്ദയിൽ നിന്നും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ശ്രീനന്ദയിലേക്കുള്ള ദൂരം അതത്ര ചെറുതല്ലെന്നറിയാമെങ്കിലും ആ യാത്രയിലാണ് അവളിപ്പോ. ബെഡിൽ ആലോചനയോടെ കിടക്കുവാണ് നന്ദ. എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത്? കുറച്ച് നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു പറഞ്ഞുകൊണ്ട് അഥർവ് അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു. മെയിൻ ലൈറ്റ് ഓഫ് ചെയ്തു. ബെഡ് ലാമ്പ് തെളിയിച്ചു. മുറിയിൽ ആകമാനം ഒരു മങ്ങിയ വെളിച്ചം നിറഞ്ഞു നിന്നു. ഏയ് ഒന്നുമില്ലേട്ടാ, ശ്രീനന്ദ ഓർമ്മയിൽ നിന്ന് ഉണരുന്നത് പോലെ പെട്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലാത്തതൊന്നുമല്ല. നന്ദ എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. അത് ഈ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാകും. പറയേ, എന്താ ഈ കുഞ്ഞു തലയ്ക്കകത്ത് കിടന്ന് ഓടുന്നത്? നാളെ പറയാം, അത് മതിയോ? ഓക്കെ, എന്നാൽ അങ്ങനെ ആവട്ടെ. പക്ഷേ ഇപ്പൊ എനിക്ക് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. പറയുന്നതിനോടൊപ്പം അവന്റെ കൈവിരലുകൾ അവളുടെ വയറിലൂടി മുകളിലേക്ക് ഇഴഞ്ഞു തുടങ്ങി. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കിയതു ശ്രീനന്ദ മെല്ലെ അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. ഏട്ടാ, എനിക്കിന്നൊരു വല്ലാത്ത ക്ഷീണം, നല്ല ഉറക്കവും വരുന്നുണ്ട്, നമുക്ക് കിടന്നാലോ? അവളത് പറഞ്ഞതും അഥർവിന്റെ കൈകളുടെ ചലനം മെല്ലെ നിന്നു. അവൻ അവളുടെ നെറുകയിൽ ഒന്ന് തലോടി നെറ്റിത്തടത്തിലേക്കൊന്ന് ചുണ്ടു ചേർത്തു. ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോടൂ. പിന്നെ മെല്ലെ അവളെ തനിക്കടുത്തേക്ക് ചിരിച്ചു കിടത്തി തോളിൽ ചെറുതായി തട്ടിക്കൊടുത്തു. നിമി നേരങ്ങൾക്കുള്ളിൽ തന്നെ ശ്രീനന്ദയുടെ കണ്ണുകളിൽ മയക്കം വിരുന്നെത്തി. പിറ്റേന്ന് രാവിലെ അഥർവ് എന്നത്തെയും പോലെ തന്നെ ജോലിക്ക് പോയി. ശ്രീനന്ദ കബോർഡാകെ അരിച്ചു പെറുക്കിയപ്പോൾ ടെസ്റ്റ് ചെയ്യാനൊരു കിറ്റ് കിട്ടി. അവൾ അതുമായി ബാത്റൂമിലേക്ക് കയറി. റിസൾട്ട് എന്താവും? കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ പോലെ തന്നെ നിരാശയായിരിക്കുമോ ഇത്തവണയും തന്നെ കാത്തിരിക്കുന്നത്? നന്ദ വെപ്രാളത്തോടെ ഓർത്തു. പിന്നെ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് കയറി. ഉള്ളംകൈയിലിരിക്കുന്ന സ്ട്രിപ്പിലേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുവാണ് നന്ദ. അവളുടെ നെഞ്ച് താളം തെറ്റി മിടിക്കുന്നുണ്ട്. അവളുടെ ഒരു കൈ ഇപ്പോഴും ഇട്ടിരുന്ന ചുരിദാർ ടോപ്പിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. റിസൾട്ട് അറിയുവാനുള്ള എല്ലാ സംഘർഷവും അവളുടെ മുഖത്തും പ്രവൃത്തികളിലും വ്യക്തമാണ്. മെല്ലെ മെല്ലെ ഒരു വരയിൽ നിന്നത് രണ്ടാമത്തെ വരയിലേക്ക് നീണ്ടതും അവളുടെ കണ്ണുകളിൽ അവിശ്വാസം. ഒരു വേള കണ്ണൊന്ന് ചിമ്മി അടയ്ക്കാൻ പോലും മറന്നുകൊണ്ട് നന്ദ നിശ്ചലയായി നിന്നുപോയി. അവളുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി. അവൾ ആ സ്ട്രിപ്പ് ചുണ്ടോട് ചേർത്തു. അവളുടെ കണ്ണീര് വീണത് കുതിർന്നു. ഏറെ നേരം ബാത്റൂമിന്റെ ചൂരിച്ചാരി നിന്ന് ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു ശ്രീനന്ദ. എല്ലാ തവണത്തെയും പോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരുവളുടെ കണ്ണീരായിരുന്നില്ല അത്. പകരം ഇത്രനാളും കിട്ടാൻ കൊതിച്ച് കാത്തിരുന്ന ഒരു കിട്ടാക്കനി ഒടുവിൽ അതിൻ്റെ ഉടമയെ തേടി എത്തിയപ്പോഴുള്ള
ആനന്ദ കണ്ണീരായിരുന്നു. ശ്രീനന്ദയുടെ വലങ്കൈ അവളുടെ വയറിനോട് ചേർന്നു. വാവേ, അവൾ തന്റെ ഉദരത്തെ തലോടി മെല്ലെ വിളിച്ചു. തുടരും. ഹായ്, പാവം നന്ദയല്ലേ? അതെ, എല്ലാവരും ഹാപ്പിയായോ? അഭിപ്രായം പറയണേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.